ആരെങ്കിലുമൊക്കെ കുഴഞ്ഞു വീണ് മറിക്കണേ കണ്ടിട്ടില്ലേ? അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? എന്തുണ്ടാക്കാമോനെ? ഈ കുഴഞ്ഞു വീണവർക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? കുഴഞ്ഞ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ചാലക്കുടിയിൽ ചെന്ന സമയത്ത്, തൃശ്ശൂർ ചെന്ന സമയത്ത്, ഒരു സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാമല്ലോ, ഒരു ടീച്ചർ ഇങ്ങനെ കുഴഞ്ഞു വീണു. ഈ കൂടെ നിന്ന ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിള്ളേർക്കാർക്കോ, +2 ടീച്ചറാ, അവർക്ക് എന്ത് കൊടുക്കണേ? CPR കൊടുക്കാൻ അവർക്ക് അറിയില്ലായിരുന്നു. ആ ടീച്ചർ അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. സ്കൂൾ തുറന്ന് 4ാമത്തെ ദിവസം ഓപ്പണിംഗ് ഡേ. അപ്പോൾ ഈ കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും ഉണ്ടാവും, അല്ലേ? നമ്മുടെ വീട്ടിലിപ്പോ ശബ്ദമുണ്ടാക്കിയ ഇപ്പം എല്ലാത്തിനെയും പറഞ്ഞു വിടും, ഓരോന്നിനെയും പറഞ്ഞു വിടും. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോളൂ, അവർ കാണും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ, ഇപ്പം എല്ലാം അണുകുടുംബമല്ലേ, അല്ലേ? സ്മോൾ ഫാമിലീസ്. ഇപ്പം ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് ചായ എടുക്കാൻ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ആളെന്ത് ചെയ്യുന്നു? ഡൈനിങ് ടേബിളിൽ കുഴഞ്ഞു വീണിരിക്കുക. മനസ്സിലായില്ല? അയാൾക്ക് എന്ത് സംഭവിക്കുകയാണ്? കാർഡിയാക് അറസ്റ്റോ എന്തെങ്കിലും ഇന്റേണൽ ഇഞ്ചുറി വരണം. അപ്പോൾ ആ ആളിനെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നമുക്ക് എന്ത് കൊടുക്കാം? CPR കൊടുക്കണം. അപ്പോൾ CPR കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും പഠിക്കണം. പുറകിൽ വന്ന് നിൽക്കാതെ ആരെങ്കിലും 3-4 പേരെ കൊണ്ട് ചെയ്ത് നോക്കണം, കേട്ടോ, ഈ സാധനത്തിൽ. ഇനി ആർക്കാണ് CPR കൊടുക്കുന്നത്? അതൊക്കെ പോട്ടെ. CPR എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ചാടിക്കറി പോയത്. എന്താ CPR? അതിന്റെ ഫുൾ ഫോം പറഞ്ഞേ, അറിയാമോ? CPR CPM എന്നും CPI എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താ CPR? കാർഡിയോ, കൂടെ പറ അറിഞ്ഞൂടെങ്കിൽ, പൾമണറി റെസിസിറ്റേഷൻ. ഒന്നുകൂടെ പറയുന്നു, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. കാർഡിയോ മീൻസ് റിലേറ്റഡ് ടു ഹാർട്ട്, ഹൃദയ സംബന്ധമായ. ക്ലിയർ? പൾമണറി മീൻസ് റിലേറ്റഡ് ടു ലങ്സ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. റെസിസിറ്റേഷൻ മീൻസ് റെസ്ക്യൂ വർക്ക്, പുനരുജ്ജീവനം. റീസിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു ഇംഗ്ലീഷ് പദത്തിൽ പറയാം. ഒന്നും കൂടെ, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. ദാറ്റ് മീൻസ് കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു ഹാർട്ട്. പൾമണറി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ലങ്സ്. ക്ലിയർ ആയ? ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ റെസിസിറ്റേഷൻ മീൻസ് റെസ്ക്യൂ വർക്ക്, പുനരുജ്ജീവനം. ക്ലിയർ? അപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയ ശ്വാസ പുനരുജ്ജീവനം എന്നാണ് മലയാളത്തിൽ CPRനെ പറയുന്നത്, അല്ലെ? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. ഇനി ആർക്കാണ് CPR കൊടുക്കുക? ഡെത്ത് 2 ടൈപ്പ്. മരണം 2 വിധത്തിലാണ്. ഒന്ന് ബയോളജിക്കൽ ഡെത്തും മറ്റത് ക്ലിനിക്കൽ ഡെത്തും. മനസ്സിലാക്കിക്കൊള്ളുക. ബയോളജിക്കൽ ഡെത്തും ക്ലിനിക്കൽ ഡെത്തും. ബയോളജിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ഡെത്തായി പോയി. ആ ആളിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണ് ബ്രെയിൻ ഡെത്ത് ആവുന്നത്? ബ്ലഡ് എവിടേക്ക് ചെല്ലാതെ വരുമ്പോൾ, ബ്രെയിനിലേക്ക് ചെല്ലാതെ വരുമ്പോഴാണ് ബ്രെയിൻ ഡെത്ത് ഉണ്ടാവുന്നത്. ബ്രെയിൻ ഡെത്ത് ഉള്ള ആളിന് നമുക്ക് CPR കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ പിന്നെ ഒരാൾ കുഴഞ്ഞു വീഴുന്നു. ആ കുഴഞ്ഞു വീഴുന്നാൽ ഡൈനിങ് ടേബിളിൽ കാണാനല്ലേ? നിങ്ങൾ ഇരുന്നാണ് ചെയ്യണത്, നിന്നല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, പുറകിലിരിക്കുന്നവർ കാണാമോ? നിങ്ങൾ ഈ കസേരയിലിരിക്കും, ഈ ബെഞ്ചിലിരിക്കും, ബെഞ്ചിലിരിക്കും. ഇരുന്നോ? കുട്ടികളെല്ലാം ബെഞ്ചിലിരുന്നോ? എല്ലാ കുട്ടികളും ഇരുന്നോ? പാരന്റ്സ് കം ഫോർവേഡ്, മുമ്പോട്ടോ. കുറച്ച് പേര് ഇവിടെ നിൽക്കി, കുറച്ച് പേര് ഇവിടെ ഇരിക്കുക. ടീച്ചേഴ്സിന്റെ അടുത്ത് കുറച്ച് നിൽക്കി. നമ്മളെ ഒരു ചെറിയ കാര്യം അല്ല ഈ പറയണം. അതുകൊണ്ട് നിങ്ങൾ ആ സീരിയസ്നെസ്സിൽ എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് എവിടെ കണ്ടിട്ടുണ്ട്? കല്ലറ പിന്നെ ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ മറ്റേതൊക്കെ ഇട്ടിട്ടിരിക്കുന്ന മുട്ടയാണോ ഇത്? ആണോ? അല്ല. ഇത് ഒറിജിനൽ മനുഷ്യ ശരീരത്തിന്റെ ബോൺസും മസിൽസും എങ്ങനെയാണോ ആ പവറിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൂൾസ് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മാനിക്യോ ആണ് ഒറിജിനൽ. ഇത് ചെയ്യുന്നത് നിങ്ങൾ പ്ലാസ്റ്റിക്കിൽ അവിടെ ഇരിക്കുന്ന മുട്ട അല്ല, പക്ഷേ ഒറിജിനൽ മനുഷ്യ ശരീരത്തിന്റെ പവർ എങ്ങനെയാണോ. അതുകൊണ്ടാണ് 1, 3, 4, 5 പേരൊന്നും ചെയ്തു നോക്കുക എന്ന് പറഞ്ഞ കാര്യം.
ഒറിജിനൽ മനുഷ്യ ശരീരത്തിൽ നിങ്ങൾ എങ്ങനെ താക്കുമോ അതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. ആ മാനിക്യൂ ആണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണ് എന്ന് കരുതുക, കുഴഞ്ഞു വീണ്. അപ്പോഴേ കുറെ കൂടെ എന്താ, അല്ലെങ്കിൽ അയാൾ പോട്ട് വേറെ എന്താ, അങ്ങനെയല്ല. ഈ കുറെ ഇന്റൻസിറ്റി നമുക്ക് അതിനോട് എന്ത് വരുള്ളൂ, ഒരു ആത്മാർത്ഥത വരുള്ളൂ. ഈ കുഴഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഹസ്ബൻഡാണ്. ആ ആളിനെ പെട്ടെന്ന് എന്ത് ചെയ്യണം, എടുത്ത് നിരപ്പായ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തുക. കണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തി. ആദ്യം അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യണം നോക്കിയേ, തട്ടി വിളിക്കും. ഷോൾഡറിൽ തട്ടി ആത്മാർത്ഥമായിട്ട് ഷോൾഡറിൽ തട്ടി ചേട്ടാ ചേട്ടാ, അല്ലെങ്കിൽ അച്ഛാ, അച്ഛനാണെങ്കിൽ അച്ഛാ എന്ന് നമ്മൾ തട്ടി വിളിക്കും. ചിലപ്പോ ആ ഒരു തട്ടിലും ഒരു വിളിയിലും ആളെന്ത് ചെയ്തേക്കാം, കണ്ണുറങ്ങി. അല്ലെങ്കിൽ നമ്മൾ CPR കൊടുക്കണോ? അപ്പോൾ CPR ചെയ്യാനുള്ളതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ചെയ്യണം. ഒരാൾ കുഴഞ്ഞു വീണ് ആദ്യം അയാളെ എവിടെ കിടത്തുക, മനസ്സിലാവുന്നുണ്ടോ? നിരപ്പായ സ്ഥലത്ത് പ്ലെയിൻ സർഫസിൽ കിടത്തിയിട്ട് തോളിൽ ഇങ്ങനെ തട്ടുക. കണ്ടല്ലോ, തട്ടുന്ന ഇതേപോലെ തട്ടിയിട്ട് ആരാണോ കിടക്കുന്നത് ആ ആളെ വിളിക്കുക. അച്ഛനെങ്കിൽ അച്ഛൻ, ഹസ്ബൻഡ് ആണെങ്കിൽ ചേട്ടാന്നോ ഇക്കാന്നോ എന്താണെന്ന് വെച്ചാൽ അത് വിളിക്കുക. പിന്നെ തട്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, ഇനി ഇപ്പം തട്ടിപ്പോൾ നമ്മൾ അച്ഛനെ വിളിച്ചു, തട്ടിയോ, അയാൾ ഉണർന്നോ? ഇല്ല. ഇനി അദ്ദേഹത്തിൻ്റെ നോക്കേണ്ടത്, ഞാൻ സ്ലോയിലാണ് പറയുന്നത്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്തോളൂ. അടുത്ത് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ റേഡിയൽ പൾസ്. ഈ കയ്യിലെ പൾസ് പിടിച്ചു നോക്കണം. എല്ലാവരും പിടിച്ചു നോക്ക്, പാരൻസ് ഒക്കെ പിടിച്ചു നോക്ക്. പൾസ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ മനുഷ്യന്റെ പിടിച്ചു നോക്കിയപ്പോൾ എന്തില്ല, കയ്യിലെന്തില്ല, ആ കയ്യിലെ പൾസിനെ പറയുന്നത് റേഡിയൽ പൾസ്. പൾസ് ഇല്ല. അടുത്ത നേരെ ഈ കഴുത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കുക, അവിടെയും പൾസ് ഉണ്ട്. അതിനെ പറയുന്നു കരോട്ടിക് പൾസ്. ആദ്യം റേഡിയൽ പൾസ് നോക്കണം, പിന്നെ എന്ത് നോക്കണം, കരോട്ടിക് പൾസ്. അപ്പോൾ പൾസ് നോക്കിയപ്പോൾ ഈ കിടക്കുന്ന ചേട്ടനുണ്ടോ? അത് രണ്ടും ഇല്ല. പൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മീൻ ചെയ്യുക, അയാൾക്ക് എന്തില്ല, അയാളെ ഹൃദയമിടിപ്പ് നിന്നിരിക്കുന്നു എന്ന് മനസ്സിലാകും. പൾസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്തില്ല, ഹൃദയമിടിപ്പില്ല. ഇപ്പൊ ഈ കംപ്രഷൻ, ഈ പറഞ്ഞ പോലെ ഹൃദയ താളം നനച്ചിരിക്കുന്നു. ഹൃദയ താളം എങ്ങനെയാ, അതിന്റെ ശബ്ദം എങ്ങനെ, ടക്കട്ടെന്ന്, അത് വാതിൽ കൊണ്ടുവരണം, എന്നാണ് അടിക്കുന്നത്. ഈ പൾസില്ലെന്ന് പറഞ്ഞാൽ എന്ത് മീൻ ചെയ്യുക, എന്തില്ല എന്നാ, ഹൃദയ താളം. അപ്പോൾ 3 സ്റ്റെപ്പ് മനസ്സിലായി. ഇനി നമ്മുടെ ചെവിയെ അദ്ദേഹത്തിന്റെ മൂക്കിലോട്ട് വെക്കുക. നമ്മുടെ ചെവിയെ ആ ആളിന്റെ മൂക്കിന്റെ അവിടെ വെച്ചിട്ട് നോട്ടം എവിടെയാണെന്ന് നോക്ക്, നെഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുക. കണ്ടോ, ചെവി ഇവിടെ വെക്കുന്ന എന്തിനാണ്, അയാൾക്ക് എന്തുണ്ടോന്നറിയാൻ, ശ്വാസം ഉണ്ടോ. നെഞ്ചിലോട്ട് നോക്കണം എന്തിനാണ്, ആൾക്കാർ കൊള്ളാമോ നോക്കണതാണ്. പിന്നെ ഇത് അനങ്ങുന്നുണ്ടോ, ബ്രീത്ത് ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ചെവിയും അവിടെ വെച്ച് നോട്ടം അങ്ങോട്ട് നോക്കി, ഫ്രണ്ടിൽ നോക്കി. അപ്പോഴും എന്തില്ല, ബ്രീത്തും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കൂ, അയാൾക്ക് എന്തില്ല, ബ്രീത്ത് ഇല്ല എന്ന് വെച്ചാൽ ശ്വാസകോശവും എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ മനുഷ്യന് നമ്മൾ എന്ത് കൊടുക്കണം, CPR കൊടുക്കണം. അപ്പൊ ഇത്രയും ഉള്ള ആള്, അതായത് നിങ്ങളിപ്പോ ഹസ്ബൻഡിനെ പിടിച്ചു നോക്കിയപ്പോ എന്തുണ്ട്, പൾസ് ഉണ്ട്. ആ ആളിനെ പിടിച്ചിട്ട് പ്രസ് ചെയ്യണോ, വേണ്ട. അയാളെ എവിടേക്ക് കൊണ്ടുപോയാൽ മതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത്രയും സാധനം ഇല്ലെങ്കിൽ മാത്രം എന്ത് കൊടുക്കുക, CPR കൊടുക്കുക. ഇനി CPR കൊടുക്കുന്നതിന് മുമ്പേ നമ്മുടെ മൂക്കിലോ വായിലോ എന്തെങ്കിലുമൊക്കെ സാധനം ഇരിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. നമ്മൾ അതിനെ പറയുന്നത് ABC ക്ലിയർ ചെയ്യുക എന്നാണ്. ABC, എയർവേ ബ്രീത്ത് സർക്കുലേഷൻ. അതായത് ഇപ്പം രാവിലെ ചിലപ്പോൾ കാപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല എമ്മളുടെ കുഴക്കട്ടയൊക്കെ ആയിരിക്കും തിന്നുന്നത്. അതൊക്കെ വാക്കകത്ത് വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, കുഴഞ്ഞു വീഴുക. പുട്ട്, നമ്മുടെ ടീച്ചർ എന്ന പോലെ പുട്ടൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഴഞ്ഞു വീഴുന്നത്. അപ്പോഴും അതൊക്കെ നമുക്ക് ശ്വാസം, ഈ എയർ വേക്കുള്ള തടസ്സമാണ്. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മൂവ് ചെയ്യുക. മനസ്സിലായില്ല? അതിന് നമ്മൾ എന്ത് ക്ലിയർ ചെയ്യണം എന്നാണ് പറയുന്നത്, ABC ക്ലിയർ. പഠിച്ച് തന്നെ പോകണം. നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ABC ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ എയർവേ ബ്രീത്ത് സർക്കുലേഷൻ. നമ്മുടെ മൂക്കിലോ വായിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യാം. ഇത്രയും മനസ്സിലായോ? ഞാൻ വളരെ സോയിലല്ലേ പറഞ്ഞേ, കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ CPR തുടങ്ങുന്നത്. CPRന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? C എന്ന് പറഞ്ഞാൽ കാർഡിയോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഹാർട്ടിന്റെ എന്താ കൊടുക്കേണ്ടത്, റിഥം. അതിന്റെ കംപ്രഷൻ കൊടുക്കണം. ഹൃദയ താളമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ ആദ്യം ഹൃദയം എവിടെ ഇരിക്കണം എന്നറിയാം. എവിടെ ഇരിക്കുന്നു ഹൃദയം? ഹൃദയം എവിടെ ഇരിക്കുന്നു? ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്? നോ, അങ്ങനെ പഠിക്കരുത്. അതിൽ നോക്കിക്കോ, മൂക്ക് മുതൽ നമ്മുടെ പൊക്കിൾ വരെ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ തന്നെത്താൻ വരയ്ക്കുക. 2 നിപ്പിൾസ് ചേർത്ത് നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക. അത് ഇന്റർസെക്ട് ചെയ്യുന്ന,
ഇന്റർസെക്ട് ചെയ്യുന്ന, അത് കൂട്ടിമുട്ടുന്ന പോയിന്റ്, അവിടെ നമുക്ക് സ്റ്റെർണം എന്ന് പറയുന്ന ഒരു ബോണുണ്ട്, സ്റ്റെർണം എന്ന് പറയുന്ന ഒരു എല്ലുണ്ട് അല്ലേ? ആ എല്ലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തൊട്ടത്. അല്ലാതെ നമ്മുടെ നെഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മക്കളെയും പഠിപ്പിക്കരുത്. അമ്മ എന്ന് പറഞ്ഞ് ചിലർക്ക് ഇവിടെയാണ് പിടിക്കുന്നത്. നീ നെഞ്ചു വേണം, നീ എന്നെ നശിപ്പിച്ചോടാ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പിള്ളേരുടെ അടുത്തൊക്കെ കൊടുന്ന് ചോദിക്കത്തില്ലേ? ചിലരൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെ അല്ല, നമ്മള് ഹൃദയം എവിടെയാണെന്ന് ആദ്യം അറിയണം. മൂക്ക് മുതൽ പൊക്കിൾ വരെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക, 2 നിപ്പിൾസ് ചേർത്ത് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക, അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അവിടെ നമുക്ക് ഡോമിനന്റ് ആയിട്ടുള്ള കൈ, പവറുള്ള കൈ, നമുക്ക് ബലമുള്ള കൈ, കൈയുടെ ഈ പാം ഇവിടെ അവിടെ വയ്ക്കുക. കണ്ടോ? അടുത്ത കൈ കൊണ്ട് കോർത്ത് പിടിക്കുക. ചരിഞ്ഞിരുന്നത് നിങ്ങൾ കാണാമോ? കണ്ടോടെങ്കിൽ ഇങ്ങോട്ട് കയറി നോക്കിക്കോ. ഒരു പ്രാവശ്യം താഴ്ത്തി കാണിച്ച്, താഴ്ത്തിയത് കണ്ടോ? 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് എന്ത് ചെയ്യണം? താഴ്ത്തണം. ഒരു പ്രാവശ്യം താഴ്ത്തി കാണിച്ച്. ഇത്രയും ബലം വേണം. സാധാരണ ഒരാളിന് ഒരു പാവയിൽ താത്തും പോലെ അല്ല ഇത്. ഒറിജിനൽ മനുഷ്യർ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കാണിച്ച് ഇത്രയും താഴ്ത്തണം. ഓക്കെ, ഇങ്ങനെ 30 പ്രാവശ്യം താഴ്ത്തണം. എത്ര? 30 ടൈംസ്. എങ്ങനെയാണ് നിങ്ങൾ എണ്ണുക? 30 എങ്ങനെ എണ്ണും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പിന്നെ പെണ്ണുങ്ങൾ എണ്ണുമ്പോൾ ഒരു താളത്തിൽ കൂടെ 21 22 അങ്ങനെയല്ല എണ്ണുക. നോ, ഞാൻ ഒരു പ്രാവശ്യം എണ്ണി കാണിക്കും, നിങ്ങൾ എണ്ണി പഠിക്കുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓരോന്നും 10 വെച്ച്, അല്ലാതെ 10 കഴിഞ്ഞാൽ നേരെ 11 12 പിന്നെ അങ്ങോട്ടാകുമ്പോൾ ഇഴഞ്ഞു പോകും. 27 ഒക്കെ ആകുമ്പോൾ ഈ വയ്യാത്ത ആൾ എണീറ്റ് കൊടുക്കും. അത്ര ഇഴച്ചിലാണ് കൊടുക്കും. പെട്ടെ എത്ര ടൈംസ് എന്ന് പറഞ്ഞു? 30. അപ്പോൾ നമ്മളവിടെ സി ആയി. ഇനി അടുത്ത ലെറ്റർ ഏതാണ്? പി. പി എന്ന് പറഞ്ഞാൽ പൾമനറി. പൾമനറി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ലങ്സിലോട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എയർ ആണ് കൊടുക്കുന്നത് അല്ലേ? എയർ കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തുണ്ടാവണം? എയർ എടുത്തിട്ട് ആളുടെ മൂക്കിനെ പിടിച്ച് ചിന്നിനെ പൊക്കിയേ. മൂക്ക് പിടിക്കുക, ചിന്ന് ഉയർത്തേക്കുക, അതിലേക്ക് 2 ടൈംസ് ഊതി ഇറക്കുക. ഇന്ന് ഇറക്കണം 2 പ്രാവശ്യം എയർ ഇയാളെ നെഞ്ച് നിറയുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പെണ്ണുങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത ഒരാളിനെ കൂടെ വിളിക്കണം, ഹെൽപ്പ് ചെയ്യാൻ. ആണുങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും ഇങ്ങനെ ചെയ്യാൻ. ചിലപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും പറ്റും, എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ അനാരോഗ്യം കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരാളിനെ കൂടെ വിളിക്കുക ഹെൽപ്പിന്. ഇങ്ങനെ ഇപ്പൊ എത്ര പ്രാവശ്യം പ്രസ് ചെയ്തു? 30. എത്ര പ്രാവശ്യം ശ്വാസം കൊടുത്തു? 2. അങ്ങനെ ഒരു മിനിറ്റിൽ 4 പ്രാവശ്യം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ടീച്ചറെ നമ്മൾ എത്ര പ്രസിംഗ് കൊടുക്കണേ? ഒരു മിനിറ്റിൽ 4 പ്രാവശ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര പ്രസിംഗ് കൊടുക്കണം? 120 തവണ. അത്രയും ഫാസ്റ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ ശ്വാസം കൊടുക്കുന്നത് എത്ര പ്രാവശ്യം കൊടുക്കും? 4 പ്രാവശ്യം. എന്ന് പറഞ്ഞാൽ എത്ര ശ്വാസം? ക്ലിയർ ആയോ? 30 തവണ അമർത്തും, 2 തവണ എന്ത് ചെയ്യും? ശ്വാസം കൊടുക്കും. വീണ്ടും 30 തവണ അമർത്തും, 2 തവണ ശ്വാസം കൊടുക്കും. ഇങ്ങനെ തുടരും. എവിടം വരെ? ഇതെവിടെ തുടങ്ങി? എപ്പോൾ ഡോക്ടറുടെ കയ്യിലെത്തുന്നത് വരെ നമ്മൾ തുടരുക. ചിലപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ചിലപ്പോൾ വീണ്ടും പോകും. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? തലയിലോട്ടും. അല്ലെങ്കിൽ എന്ത് ഡെത്ത് ഉണ്ടായി പോകും? ബയോളജിക്കൽ ഡെത്ത്. ദാറ്റ് മീൻസ് ബ്രെയിൻ ഡെത്ത് ഉണ്ടായി പോകും. ബ്രെയിൻ ഡെത്ത് ഉണ്ടായി പോയി കഴിഞ്ഞാൽ തലയിൽ ബ്ലഡ് ചെല്ലാതിരിക്കുമ്പോഴേ ബ്രെയിൻ ഡെത്ത് ഉണ്ടാവണേ. അങ്ങനെ നമുക്ക് ബ്രെയിൻ ഡെത്ത് ഉണ്ടാവും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് വിളിക്കണം? ആംബുലൻസ് വിളിക്കണം. ഇപ്പൊ ടീച്ചറാണ് ബ്ലഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. ടീച്ചർ ആരുടെ പറയും? ആംബുലൻസ് വിളിക്കാൻ പറയും. ആരെങ്കിലും വിളിക്കുന്നില്ലേ പറയണേ? നോ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഇപ്പൊ ആരെങ്കിലും വിളിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരും പാരന്റ്സും എല്ലാവരും 108 അങ്ങോട്ട് വിളിക്കും. അവിടെ കിട്ടുമോ? ഇല്ല. ഒരാളിനെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഇപ്പൊ പ്രിൻസിപ്പലിനാണെങ്കിൽ മാഡം ഫോൺ 108 വിളിക്കുമോ? ഇന്ന് വിളിച്ചു. അങ്ങനെ തന്നെ പേര് പറഞ്ഞ് ഒരാളിനെ പേര് പറഞ്ഞ് വിളിക്കണം. അല്ലാതെ ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിളിക്കൂല, ചിലപ്പോൾ എല്ലാവരും കൂടെ വിളിക്കും. അപ്പോഴും കിട്ടാതെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ആരാണ് വന്ന് ചെയ്തു നോക്കുക? ഇവിടെ